ശോഭ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ദർശനല്ലേ? അതെ. ഇതാരോ അമ്മേ? സോറി, എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ രണ്ടുപേരെ മനസ്സിലായി. പ്രിയന്റെ അമ്മയും അനിയത്തിയും അല്ലേ? അതെ അതെ. ഞാൻ കൈലാഷിന്റെ അമ്മയാ. ഓ, പ്രിയനും കൈലാഷും ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. നിങ്ങളെക്കുറിച്ചും കൈലാഷ് എപ്പോഴും പറയാറുണ്ട്. നിങ്ങളെക്കുറിച്ച് കേട്ട് കേട്ട് ഇപ്പോ നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമാണെന്ന് തോന്നല. കൈലാഷ് സാർ ഞങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടോ? പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സഹായിക്കുന്ന പ്രിയനെയും നിങ്ങളെയും കുറിച്ചൊക്കെ അവൻ സംസാരിക്കാതിരിക്കോ? ഇന്നത്തെ കാലത്ത് നിങ്ങളെപ്പോലത്തെ നല്ല മനസ്സ് ആർക്കെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീകൾക്ക് മൊത്തം നിങ്ങൾ വലിയൊരു പ്രചോദനമല്ലേ? പ്രചോദനോ? ഞാനോ? അതിനു മാത്രം ഞാൻ എന്താ ചെയ്തത്? കല്യാണപ്രായമായ ഒരു മകൻ ഉണ്ടായിട്ടും പാതിരാത്രിക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിട്ട ഒരു പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിൽ അഭയം കൊടുക്കാൻ ശോഭ തീരുമാനിച്ചില്ലേ? അത്രയ്ക്ക് വിശാല മനസ്കത ഈ കാലത്ത് ഏത് അമ്മയ്ക്കാ ഉണ്ടാവുക? പണി പാളി. ഈ സ്ത്രീ പാര പണിയാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. ചേട്ടന്റെ നാടകം എന്ന് പൊളിയും. നിങ്ങള് ഏത് പെൺകുട്ടിയെ കുറിച്ച് സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ശോഭെ ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നേ? ഞങ്ങളുടെ കമ്പനിയിലെ ജോലി ചെയ്യുന്ന പാർവതി നിങ്ങളുടെ വീട്ടിലല്ലേ താമസിക്കുന്നേ? അയ്യോ, ശോഭ സ്വന്തം വീട്ടിൽ നടക്കുന്നത് അറിയാത്ത പോലെ അഭിനയിക്കുകയാണോ? സത്യത്തിൽ എനിക്കിതിനെ പറ്റി അറിയില്ലായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് പ്രിയൻ പാർവതിയെ ബൈക്കില് കമ്പനിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത് ഞാൻ കണ്ടു. ജോലിന്ന് രാജിവെച്ച പ്രിയൻ എന്തിനാ എല്ലാ ദിവസവും അങ്ങോട്ട് വരുന്നതെന്ന് അന്വേഷിച്ചപ്പോഴാ സെക്യൂരിറ്റി എല്ലാം എന്നോട് പറഞ്ഞത്. പാർവതി കുറെ ദിവസമായിട്ട് നിങ്ങളുടെ വീട്ടിലാ താമസിക്കുന്നതെന്നും പ്രിയൻ എല്ലാ ദിവസവും കമ്പനിയിൽ ഡ്രോപ്പ് ചെയ്യാറുണ്ടെന്നും അങ്ങനെയാ ഞാൻ അറിഞ്ഞത്. കയറി താമസിക്കാൻ പോലും ഒരു സ്ഥലമില്ലാത്ത പാവം പെൺകുട്ടിയെ സംരക്ഷിക്കാൻ ശോഭ കാണിച്ച മനസ്സ് വേറെ ആർക്കും ഉണ്ടാവില്ല. ഇതിന്റെ പുണ്യം നിങ്ങളുടെ കുടുംബത്തിന് എന്തായാലും ഉണ്ടാവും. നിങ്ങളെ കാണാൻ പറ്റിയതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ദിവസം പ്രിയനെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. നിങ്ങളെപ്പോലെ വലിയ മനസ്സുള്ളവര് ഞങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നിന് വന്നാ ഞങ്ങൾക്കും ആ പുണ്യം കിട്ടുമല്ലോ. വരൂ, നമുക്ക് ഒരുമിച്ച് പോവാം. വേണ്ട, കട ഇവിടെ അടുത്താ. എന്നാ ശരി, പിന്നെ കാണാം.